ഒരു അടിപൊളി AI വീഡിയോയിലേക്കാണ്. ഇതാരുടെ ഫോട്ടോ ചേട്ടാ? ഏത് ഫോട്ടോ? ദേ ഈ ഫോട്ടോ. ഇതാരാ നിനക്കറിയില്ലേ? അയ്യോ ചേട്ടാ, ഞാൻ ഈ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല. നിവിൻ പോളി അഭിനയിച്ച എബ്രിഡ് ഷൈൻ ചിത്രം 1983 രംഗത്തിന്റെ മറ്റൊരു തലത്തിലുള്ള AI രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. രമേശിന് പകരം അവിടെ ക്രിസ്ത്യാനോയും, സുശീലയ്ക്ക് പകരം ജോർജിനയും, സച്ചിന് പകരം മെസ്സിയുമാണെന്ന് മാത്രം. ഈ രംഗത്തിന് ഈ സമയത്ത് വേറൊരു പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ 8-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി റോണോയും ജോർജിനയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നായിരുന്നല്ലോ വാർത്തകൾ. എന്നാൽ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സംഭവം ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതും കുടുംബമൊക്കെ അത് നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എന്നാലും എൻ്റെ റോണോ. ക്രിസ്ത്യാനോയും ജോർജിനയും അദ്ദേഹത്തിന്റെ ജന്മനാടായ പോർച്ചുഗലിലെ മെദീരയിലെ ഫഞ്ചാൽ പ്രദേശത്തെ കത്തീഡ്രലിൽ വെച്ച് വിവാഹം കഴിക്കുമെന്നായിരുന്നു അഭ്യൂഹം. ഇതറിഞ്ഞ് വിവാഹം നടക്കുമെന്ന് പറഞ്ഞ ശനിയാഴ്ച പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-ാണ്. ഇതിൽ ആരാധകരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അന്നേ ദിവസം ഈ പള്ളിയിൽ വെച്ച് വിവാഹിതരാകേണ്ട മറ്റൊരു വധുവും വരനും ആളുകളുടെ തള്ളക്കയറ്റത്തിൽ പെട്ടുപോയത് നമ്മൾ കണ്ടു. അത് നമ്മൾ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഖിലാഫ് ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നമുക്കൊപ്പം. ഖിലാഫെ, ഗുഡ് ഈവനിങ്. ഈ തുടക്കത്തിൽ ഖിലാഫിനെ കുറിച്ച് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് പോകാം. കാരണം ഈ നമ്മുടെ സ്ഥാപനത്തിലെ തന്നെ ഏറ്റവും വലിയ റോണോ ഫാൻ കൂടിയാണ് ഖിലാഫ്. അപ്പം ഈ വാർത്തയിൽ ആധികാരികമായിട്ട് പറയാൻ ഖിലാഫിനേക്കാൾ മറ്റൊരാളില്ല. അപ്പം ഇൻട്രോയ്ക്ക് ശേഷം ഞാൻ ചോദ്യത്തിലേക്ക് വന്നാൽ, ഖിലാഫെ, നമ്മളടക്കം വാർത്ത നൽകിയിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നേക്കാമെന്ന്. അതായത് റോണോ ജോർജിന കല്യാണം ഉടൻ ഉണ്ടാകുമെന്ന്. AI ആണെങ്കിൽ ലാലേട്ടൻ്റെ കല്യാണ വീഡിയോ ഒക്കെ വെച്ച് റോണോ കല്യാണ ചെക്കനായി വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. മമ്മൂട്ടിക്ക് പോലെ അവരെ എംബപ്പയൊക്കെ ഇറക്കി വൻ വൈബ് വീഡിയോ ഒക്കെ തന്നതാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു പക്ഷേ കല്യാണം നടന്നേക്കാം എന്നാണ് വീട്ടുകാരും പറയുന്നത്, അല്ലേ? തീർച്ചയായും സേതു, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ, അതായത് ഈ ഒരു ഇൻട്രോയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഒരു AI ദൃശ്യം വീഡിയോ ആണ്. അത് 1983 എന്ന ചിത്രത്തിലെ ഒരു നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സച്ചിനെ കണ്ട് സുശീല ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് ഈ ഒരു AI വീഡിയോ തുടങ്ങുന്നത്. ആ ഒരു AI വീഡിയോ തന്നെയാണ് ഇന്നും ഈ ഒരു ക്രിസ്ത്യാനയും ജോർജിനയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ സമയത്തും, അല്ലെങ്കിൽ വിവാഹം നടക്കാതെ പോകുന്ന സമയത്തും തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇരുവരും തമ്മിൽ ഉള്ള സംഭാഷണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ മെസ്സിയെ കുറിച്ചാണ്, റൊണാൾഡോയുടെ ജോർജിനെ ചോദിക്കുന്ന രംഗം എന്ന് നമ്മൾ ഏറ്റവും എടുത്തു പറയണം. ഒപ്പം ഓരോ ദിവസം ഇതേപോലെയുള്ള AI വീഡിയോകളാണ് ഇരുവരും തമ്മിൽ നമ്മൾ കാണുന്നത്. ഓഗസ്റ്റ് 8-നായിരുന്നു റോണോയുടെ കല്യാണം നടക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അഭ്യൂഹങ്ങളൊക്കെ വന്നത്. അതിനനുസരിച്ച് നമ്മളും വാർത്ത കൊടുത്തിരുന്നു. ഒപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരു കേരള കല്യാണം എന്ന രീതിയിൽ ഒരു പല വീഡിയോകളും, പല AI വീഡിയോകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെസ്സി അമ്മാവനായിട്ടൊക്കെ, അതായത് ഈ ജോർജിനയുടെ അമ്മാവനായിട്ടൊക്കെ ആയിരുന്നു മെസ്സിയും സലയും, അതേപോലെ തന്നെ സിദാനും അടക്കമുള്ള ഇതിഹാസങ്ങൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആ ഒരു വിവാഹം നടന്നില്ല. ഒപ്പം തന്നെ ആ ഒരു വിവാഹം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ എത്തിയത്, അതായത് ഫഞ്ചൽ കത്തീഡ്രലിൽ എത്തിച്ചേർന്നത് നിരവധി ആൾക്കാരാണ്, 10,000-കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഒപ്പം ആ ഒരു ചടങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു കല്യാണത്തിനായി എത്തിയ വധു അവിടെ വന്ന് നിശ്ചലമായി നിൽക്കുന്ന ഒരു ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു ദൃശ്യങ്ങൾക്ക് റൊണോയുടെ ഒരു മറുപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ടുകൊണ്ട് ആ വീഡിയോയിലേക്ക് കമൻറ്റുമായി റോണോ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ റോണോയുടെയും ജോർജിനയുടെ കല്യാണം ഇത് വെറും അഭ്യൂഹങ്ങളായിരുന്നു എന്ന് പറഞ്ഞ അവരുടെ സഹോദരികൾ തന്നെ രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ഒരു വീഡിയോ കൂടി പ്രത്യക്ഷപ്പെട്ട. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, റോണയുടെയും ജോർജിയുടെയും കല്യാണം ഈ വർഷം തന്നെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിന് ഏകദേശം ഒരു സൂചന എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിൽ തന്നെ ഉണ്ടാകും. അത് ഏറ്റവും അവസാനം, ഈ ഒരു വർഷം അവസാനമായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഒരു കല്യാണം, ഇല്ലെങ്കിൽ ഈ ഒരു കല്യാണം ഈ ഒരു വർഷം തന്നെ ഉണ്ടാകുമെന്ന രീതിയിൽ ഇരുവരിൽ തമ്മിൽ, അതായത് ജോർജിനെയും തമ്മിലും അതേപോലെ തന്നെ റോണയുടെ തമ്മിൽ നിന്നും ഒരു
വ്യക്തത വന്നിട്ടില്ല, ഇല്ലെങ്കിൽ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് വെറും ഒരു റിപ്പോർട്ടുകൾ മാത്രമാണ്. 2016 ജോർജിനെയും റോണോയും കണ്ടുമുട്ടുന്നത്. ഒരു അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലാണ്. പിന്നീട് അത് സൗഹൃദത്തിലേക്ക് മാറുകയും പിന്നീട് പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുകയായിരുന്നു. നീണ്ട 9 വർഷത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഇരുവരും തമ്മിൽ വിവാഹ നിശ്ചയം തന്നെ കഴിഞ്ഞത്. അത് വലിയ രീതിയിൽ തന്നെ ആരാധകർ ആഘോഷിച്ചിരുന്നു. നിലവിൽ റോണോ ലോകകപ്പിന് ശേഷം അവധിയിലാണ്. ആ അവധി അൽ നസർ, സൗദി ക്ലബ്ബായിട്ടുള്ള അൽ നസർ നീട്ടി നൽകിയിട്ടുമുണ്ട്. എന്തായാലും റോണോയുടെ വിവാഹത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. സേതു. ഓക്കെ ഖിലാഫെ, ഒരു കാര്യം കൂടി, ശരിക്കും റോണോ ജോർജിനെ കല്യാണം കഴിക്കുമോ? തീർച്ചയായും കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം കല്യാണം ഉണ്ടാകും. എന്നാണ് കല്യാണം എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയാം.